ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഇത് അൺഫിൽറ്റേഡ് ട്രാക്സ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മസ്തിഷ്ക മരണം എന്ന് പറഞ്ഞ മൂവിയുടെ ട്രെയിലർ റിലീസായിരിക്കുകയാണ്. അതിൻ്റെ വിഷ്വൽസ്, കാസ്റ്റ് പെർഫോമൻസ്, ഹിഡൻ സാറ്റർ എലമെന്റ്സ്, സിംപ്സൺസ് സ്റ്റൈൽ, മെമ്മറി ഡിസ്റ്റോർഷൻ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് കാണിച്ചിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഈ ഫിലിമിൻ്റെ ബാനറിലാണ് നമ്മുടെ ഗഗനാചാരി പിന്നെ പൊന്മാനൊക്കെ പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. ആ സെയിം പ്രൊഡക്ഷൻ കമ്പനിയാണ് ഇതും ചെയ്യുന്നത്. ഒരു പരീക്ഷണ പടങ്ങളൊക്കെ, നല്ലൊരു പടങ്ങൾക്ക് ചാൻസ് ഉണ്ട്. ഈ മൂവിയിൽ മണിയമ്പിള്ള രാജുവിൻ്റെ മോനുണ്ട്. പുള്ളി അത്യാവശ്യം നൈസുള്ളതെന്ന് തോന്നുന്നു, ഇതിൻ്റെ അകത്ത് കൊണ്ടുപോകുന്നതെന്ന് തോന്നുന്നു. പുള്ളി അത്യാവശ്യം ഒരു ലീഡ് റോൾ ഇതിൻ്റെ അകത്ത് ചെയ്യുന്നത്, മെയിൽ ലീഡ് റോള്. ബാക്കിയുള്ള രജീഷ വിജയനാണ് അതിൻ്റെ മെയിൻ കാസ്റ്റായിട്ട് പറയുന്നത്. പിന്നെ ഇതിനകത്താണ് ഈ 2046 ലോവർ കൊച്ചി എന്നാണ് കാണിക്കുന്നത്. അപ്പം കുറച്ച് സയൻസ് ഫിക്ഷൻ ആൻഡ് കുറച്ച് അങ്ങനത്തെ ഒരു ടൈപ്പാണ് ഇത് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഗഗനാചാരി എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു ഇൻഡസ്ട്രിയിൽ ഒരു ചെറിയൊരു അനക്കം സൃഷ്ടിച്ചൊരു പടം. ഒരു സയൻസ് ഫിക്ഷൻ, കേരളത്തിലൊരു സയൻസ് ഫിക്ഷൻ മൂവീസ് തീരെ കുറവാണ്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഒരു മൂവീസ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ പോലത്തെ ഒരു പടങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. രജീഷ വിജയൻ വന്നിട്ടുണ്ട്. പുള്ളിക്കാരി അത്യാവശ്യം നല്ല രീതിയിൽ ഈ പടത്തിന് വേണ്ടി മേക്ക് ഓവർ ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരി ജിമ്മിലൊക്കെയാണ് ഒത്തിരി വർക്കൗട്ടൊക്കെ ചെയ്ത് കഷ്ടപ്പെട്ട് കുറേ ഇൻസ്റ്റയിൽ വീഡിയോസൊക്കെ കണ്ടാണ്. പുള്ളിക്കാരി ഒത്തിരി വെയിറ്റ് കുറച്ച് സ്ലിം ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ പടത്തിൽ ഒരുപാട് പ്രതീക്ഷകൾ കാണിക്കും. ജയപ്രതീഷും സുരേഷ് കൃഷ്ണയൊക്കെ ഉണ്ട്. സുരേഷ് കൃഷ്ണ ഇപ്പോൾ ഉള്ള നോർമൽ മൂവീസിലെ പുള്ളിയുടെ പടങ്ങളൊക്കെ എന്ന് വെച്ചിട്ട് കോമഡിയാണ്. ആ കരുമാടിക്കുട്ടനിലെയും ആ ഒരു സെറ്റപ്പ് വില്ലൻ റോളും മറ്റേ കണ്ണിൻ്റെ അകത്ത് മറ്റേ മുളക് പൊടി ഇടുന്ന ടൈപ്പ് ആ ഒരു സീനൊക്കെ പുള്ളി വിട്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ അത്യാവശ്യം ഒരു ഡീസൻറ്റ് പെർഫോമൻസിലോട്ട് പുള്ളി കോമഡി റോളിലേക്ക് പുള്ളി ഒതുങ്ങാൻ പോകാൻ തോന്നുന്നു. ഇതിൻ്റെ മൊത്തത്തിലുള്ള ആ ഒരു ആംബിയൻസും ഒരു DOPയും കാര്യങ്ങളും വിഷ്വൽസൊക്കെ അടിപൊളിയായിട്ടുണ്ട്. നല്ലൊരു, കാരണം ഗഗനാചാര്യയെക്കാട്ടിലും കുറച്ചുകൂടെ മുകളിൽ നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇത് അത്യാവശ്യം നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുള്ളൊരു പടമാണ് തോന്നുന്നു, അല്ലാതെ തട്ടിക്കൂട്ടി വെച്ചേക്കുന്ന ഒരു പടമല്ല. അതുകൊണ്ട് ഇതൊന്നും നമുക്കൊരു പരീക്ഷണം കൂടെ മലയാളത്തിൽ സയൻസ് ഫിക്ഷൻ മൂവീസിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് അടിപൊളിയാണ്. ഇതിൻ്റെ മൊത്തത്തിലുള്ള ആ ഒരു ആംബിയൻസും ഒരു DOPയും കാര്യങ്ങളും വിഷ്വൽസൊക്കെ അടിപൊളിയായിട്ടുണ്ട്. നല്ലൊരു, കാരണം ഗഗനാചാര്യയെക്കാട്ടിലും കുറച്ചുകൂടെ മുകളിൽ നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇത് അത്യാവശ്യം നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുള്ളൊരു പടമാണ് തോന്നുന്നു, അല്ലാതെ തട്ടിക്കൂട്ടി വെച്ചേക്കുന്ന ഒരു പടമല്ല. അതുകൊണ്ട് ഇതൊന്നും നമുക്കൊരു പരീക്ഷണം കൂടെ മലയാളത്തിൽ സയൻസ് ഫിക്ഷൻ മൂവീസിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് അടിപൊളിയാണ്. കണ്ടിട്ട് എനിക്കൊരു ഡൗട്ട് തോന്നുന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരു ഏലിയൻ ഫീച്ചർ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഏലിയൻസ് അങ്ങനെ നമ്മുടെ മലയാളം മൂവീസിൽ ഒട്ടും ഇല്ലെന്ന് തന്നെ പറയാം. ഇതിൽ അങ്ങനെ ഒരു സാധനം കൊണ്ടിട്ട് ഒരു സെറ്റാക്കാൻ നോക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ട്രെയിലറിൽ ഈ മെമ്മറി സീൻ ശ്രദ്ധിച്ചോ? ഇതിന് ക്വിക്ക് കട്ട്സ്, എക്സ്ട്രാഗറേഷൻ, ഫേസ് റിയാക്ഷൻ, സ്ലൈറ്റ്ലി ഡിസ്റ്റോർട്ടഡ് ടൈമിംഗ് ആണ് കാണിക്കുന്നത്. ഇതിൽ എനിക്കൊരു സിംപ്സൺസ് സാറ്റർ പാരഡി ഫീൽ ചെയ്യുന്നുണ്ട്. അതൊരു ഫ്രാങ്കൻ ബൈറ്റിങ്സ് പോലെ ഡിഫറൻറ്റ് വിഷ്വൽസ് കമ്പൈൻ ചെയ്തിട്ട് ചാവറ്റിക് മെമ്മറി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. മേ ബി ഡയറക്ടർ സോഷ്യലി റെലവൻസ് ആയിട്ടുള്ള നാരേറ്റീവ്സ് എന്തെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുന്നു എന്ന് കാണിക്കാൻ ശ്രമിക്കുന്നതായിരിക്കാം. എന്താണെങ്കിലും അതൊരു ഫസ്റ്റ് ടൈം ഇൻ മലയാളം ഫിലിം ഇൻഡസ്ട്രി. ഈ ഒരു സീൻ നിങ്ങൾ ശ്രദ്ധിച്ചു? ഇതിനകത്ത് നിരഞ്ജ് മണിയമ്പിള്ള രാജു വീണ് കിടക്കുമ്പോൾ അതിൻ്റെ അകത്ത് മസ്തിഷ്ക മരണം എന്ന് പറയുന്ന അവരുടെ ഒരു ടൈറ്റിൽ കാണിക്കുന്നത് അതിൻ്റെ സൈഡിൽ എഴുതിയേക്കുന്നത് ശ്രദ്ധിച്ചു? എ ഫ്രാങ്കൻ ബൈറ്റിങ്സ് ഓഫ് സിംപ്സൺസ് മെമ്മറീസ് എന്ന് പറഞ്ഞു. അതെന്താണെന്ന് നമുക്ക് നോക്കിയാൽ, രജീഷ വിജയനാണ് ഇതിൻ്റെ ലീഡ് റോൾ ചെയ്യുന്നതെന്ന് എന്താണെങ്കിലും ഉറപ്പാണ്. രജീഷ ഇവിടെ സ്ട്രോങ് ആണ്, സ്ലൈറ്റ്ലി എക്സ്ട്രാഗറേറ്റഡ് ആണ്, പെർഫോമൻസ് കൊടുക്കുന്നുണ്ട്, സ്ക്രീൻ പ്രസൻസ് അടിപൊളിയാണ്. പിന്നെ നിരഞ്ജ് മണിയമ്പിള്ള രാജുവിൻ്റെ മോനാണ്. ക്യാരക്ടർ കോമഡി ടോണാണ് ക്യാരി ചെയ്യുന്നതാണ് തോന്നുന്നു. ഡയലോഗ് ഡെലിവറി സ്റ്റൈലിസ്റ്റ് ആയിട്ട് പോലെ തോന്നുന്നുണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാം. പിന്നെ ഡയറക്ടർ കിഷാന്താണ്. കിഷാന്ത് സാധാരണ സാറ്റയർ അപ്രോച്ചുള്ള ഒരു ഫിലിം മേക്കറാണ്. അത് നമുക്ക് അറിയാമല്ലോ. ഗഗനാചാരിയും പിന്നെ പൊന്മാൻ വേറൊരു രീതിയിലുള്ള അടിപൊളി പടമാണ്. എന്താണെങ്കിലും അതിൻ്റെ അകത്തൊരു സയൻസ് ഫിക്ഷൻ പ്ലസ് പൊളിറ്റിക്കൽ അണ്ടർടോൺ മിക്സ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് എന്താണെങ്കിലും ആ ഒരു രീതിയിലുള്ളൊരു പടം പ്രതീക്ഷിക്കാം. ഇതിൻ്റെ ഒരു ഏകദേശം ഒരു തീം എന്താണെന്നൊക്കെ ചോദിച്ചാൽ ഇതൊരു സിമ്പിൾ സയൻസ് ഫിക്ഷൻ കോമഡി അല്ല എന്നാണ് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ മേ ബി മീഡിയ മാനിപ്പുലേഷൻ, സെലിബ്രിറ്റിയുടെ കൾച്ചേഴ്സ്, മെമ്മറി ഡിസ്റ്റോർഷൻസ്, ഇതൊക്കെ ഇതിന് തീമാകാൻ വേണ്ടി നമുക്ക് തോന്നുന്നുണ്ട് കണ്ടിട്ട്.
ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഹോൾഡ് ചെയ്യുന്ന ഒരു ഫ്യൂച്ചറിസ്റ്റിക് മലയാളം റെഫറൻസിലോട്ട് പോകുന്നു. ഈ കൊച്ചി 2046 എന്നൊക്കെ പറയുമ്പം ആ ഒരു ഇതിലോട്ടാണ്, ഫ്യൂച്ചറിസ്റ്റിലോട്ടാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കാണിക്കുന്നു. പിന്നെ ഫ്ലൈയിങ് ഓട്ടോറിക്ഷ കേരള കൾച്ചറിലെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ട്വിസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ റെട്രോ പ്ലസ് സൈബർ പങ്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളൊക്കെ കൊള്ളാം. പിന്നെ ഡയലോഗിലുള്ള എക്സ്ട്രാഗ്രേഷൻസ് സാറ്റയർ ഇൻഡിക്കേഷൻ നൽകുന്നുണ്ട്. അതെല്ലാം നമുക്ക് അടിപൊളിയായിട്ടാണ് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും പൊളിറ്റിക്കൽ സാധനവും നമുക്ക് ഇതിനകത്തൂടെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇപ്പോഴത്തെ ഗവൺമെന്റിനോട്ടൊരു ചെറിയൊരു അടി പോലെ കൊടുക്കുന്നുണ്ടോ എന്ന് ചെറിയൊരു ഡൗട്ടുണ്ട്. എന്താണെങ്കിലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഓക്കെ.